നോക്കൂ, നമ്മുടെ പ്രേക്ഷകർക്ക് രണ്ട് വീഡിയോകൾ കാണിച്ചു തരാം. ഈ രണ്ട് വീഡിയോകളും ശ്രദ്ധിച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അനുമാനത്തിലാണ് എത്താൻ പറ്റണമെന്ന് കമന്റ് ബോക്സിലിടണം. ആദ്യത്തേതൊന്ന് കണ്ടു നോക്കൂ. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ വിശദമായി കടക്കുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയായി രത്തൻ കേൽക്കർ ആണ് ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. നിലവിൽ അദ്ദേഹം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി സതീശൻ സാറുടെ സെക്രട്ടറി ആയിട്ട് വരുന്നത് രത്തൻ കേൽക്കർ. ഇതുവരെ ആരായിരുന്നു? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരുന്നു നമ്മുടെ കേരളത്തിലെ. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി മറ്റൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. Former West Bengal poll officer has now been appointed as the West Bengal Chief Secretary. Manoj Agarwal has been appointed as the Bengal Chief Secretary and he was the Chief Electoral Officer conducting the elections. So both top Election Commission officers are now part of Shuvendu Adhikari's team. The duo Manoj Agarwal and Subrata Gupta had worked together in the SIR process and subsequently held peaceful election in West Bengal. അപ്പൊ കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന വെസ്റ്റ് ബംഗാളിലെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടും പുതിയ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തകൾ നമ്മളൊന്ന് ചേർത്ത് വായിച്ചു നോക്കണം കേട്ടോ. കാര്യങ്ങളിലെ കിടപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ മുഖ്യ പോളിംഗ് ഓഫീസർ അത് കഴിഞ്ഞ് വരുന്ന ഗവൺമെന്റിന്റെ പ്രധാന ഔദ്യോഗിക സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. അതൊരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ബംഗാളില് ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയപ്പോൾ, ഈ പോളിംഗ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയായി അപ്പോയിന്റ്മെന്റ് നടത്തിയപ്പോൾ ഈ രാഹുൽ ഗാന്ധി വലിയ തോതിൽ വിമർശിച്ചു. അതേ രാഹുൽ ഗാന്ധിയുടെ ശിഷ്യൻ ഇവിടെ മുഖ്യമന്ത്രിയായപ്പോൾ ഇവിടെ കേരളത്തില് ഈ തെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഉണ്ടായിരുന്ന ഓഫീസറെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചപ്പോൾ അദ്ദേഹത്തിന് കമാന്നൊരക്ഷരം പറയാനില്ല. ഇതെല്ലാം ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ എവിടൊക്കെയോ ചില അക്ഷരപ്പിശകുകൾ ഇല്ലേ എന്ന് പൊതുജനം നമ്മൾ വിശ്വസിച്ചു പോയെങ്കിൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാലങ്ങളായിട്ട് പ്രതിപക്ഷം ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഭരണപക്ഷത്തുള്ള കക്ഷികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒക്കെ ആരോപണം ഉയർത്തുന്ന അതേ സമയത്താണ് ഇവിടെയും ബംഗാളിലും ഈ ഒരു തരത്തിലൊരു അപ്പോയിന്റ്മെന്റ് നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഇവിടെയും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല സംശയങ്ങളും ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുമ്പ് നമ്മുടെ ഈ സതീശൻ സാറ് ഒരു യാത്ര നടത്തിയതും വിവാദമായിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അതും ചിലപ്പോൾ കത്തിക്കാളാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ പി രാജീവ് ഈ അപ്പോയിന്റ്മെന്റിന് കേരളത്തിൽ ഈ ഒരു പ്രധാന പോളിംഗ് ഓഫീസറെ ഇവിടെ സെക്രട്ടറിയായി അപ്പോയിന്റ്മെന്റ് ചെയ്തതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊരു നല്ല ലക്ഷണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വരും ദിവസങ്ങളിൽ പഴയ ഭരണപക്ഷം ഇപ്പോഴത്തെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തെല്ലാം കാണാനിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും ശുഭസൂചകമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.